ഫ്രണ്ട്സേ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പറിക്കാൻ പോവുക. പിന്നെന്താ പരിപാടി? കൂർക്ക പറിക്കാൻ പോവുക. കൂർക്ക പറിച്ചിട്ട് തോരൻ കറി ഉണ്ടാക്കാനാണ് അമ്മ പറിക്കാൻ പോവാ. ഇങ്ങനെ പറിച്ചാൽ ഇങ്ങനെ പറിച്ചു. അപ്പോൾ നമുക്ക് ഗ്ലൗസ് ഇല്ല കേട്ടോ, ഗ്ലൗസ് മേടിക്കാൻ മറന്നുപോയി. കൂർക്ക പറിക്കാനോ? ആ, എല്ലാവരും പറഞ്ഞു എൻ്റെ കൈ മുറിഞ്ഞില്ലായിരുന്നോ, അന്നേരം എല്ലാവരും പറഞ്ഞ് ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യണമെന്ന്. പിന്നെ ഇടയ്ക്ക് നിങ്ങൾക്ക് പാട്ട് കേൾക്കുന്നതിന് താഴത്തെ കണ്ണാടി ചേട്ടായി വായിക്കുന്നതാണ് കേട്ടോ. മണ്ണുറച്ചു പോയി, കയറി നടന്നേ, മണ്ണുറച്ചു പോയി. വലിയ അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ മോശമുള്ളതല്ലേ, അതാ തുറന്ന് പറിക്കാം. ആ രണ്ടെണ്ണം അവിടെ കിടക്കട്ടെ. നല്ല മുഴുത്ത കൂർക്ക. ഇങ്ങോട്ട് അത്യാവശ്യം മൂത്ത നല്ല വലുതാണ്, ചെറിയ തണ്ടാണ്. ഇതിന് നല്ലതായിരിക്കും ഇവിടെ, അത് അവർക്ക് കുറച്ച് കൊടുത്തുവിടാം പിള്ളേർക്ക്. അപ്പം അമ്മ പറക്കട്ടെ. അങ്ങനെ അമ്മ കൂർക്ക പറിച്ചുകൊണ്ട് വന്നു. കാണിച്ച് നോക്കട്ടെ. ഇനി എന്തോ ചെയ്യണം? ഇത് തേക്കണം, തുണിയിലിട്ട് തേച്ച് തൊലി കളയണം. എന്നിട്ട് വെള്ളത്തിൽ വീഴും, അത് കയ്യിൽ കറ പിടിക്കും. കൂർക്കട കറ തുണിയിൽ വാരിക്കും. മാറ്റി മണ്ണ് കൂടാണ്ട് തേച്ചെടുക്കണം. മണ്ണ് കൂടാതെ തേച്ചെടുത്തില്ലെങ്കിൽ കടിക്കൂല, കല്ല് കടിക്കൂല. ആ, ഒരു പാത്രം ഇങ്ങനത്തുണ്ടെങ്കിൽ തേച്ച് തരാം. ഒരു കുഞ്ഞു പാത്രം തേച്ച് ഇത്രയും ആക്കി. ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു, ഇത്രയും എടുത്ത് തേച്ച്. അതായത് തുണിയിലിട്ട് കൂട്ടി പിടിക്കണം, ഇങ്ങനെ കൂട്ടി പിടിക്കണം, അല്ലെങ്കിൽ ചാടിപ്പോകും. എന്നിട്ട് ഇങ്ങനെ കല്ല് വെച്ച് ഇങ്ങനെ തേക്കണം. കൊട്ടയാണെങ്കിലും കുഴപ്പമില്ല, ഈറ്റയുടെ ഇങ്ങോട്ടുള്ള കൊട്ട മതി, ഇത് മതി. എന്നിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് തൊലി കൂടാണ്ട് കഴുകിയെടുക്കണം. എന്നിട്ട് അരിഞ്ഞെടുക്കണം. കണ്ടോ? അടിപൊളി. ഇനി നമ്മൾ നല്ല വൃത്തിയായിട്ട് തൊലി കഴുകിയിട്ട് തൊലി ഒന്നുകൂടെ ചിരണ്ടി എടുക്കണം കേട്ടോ. ചിലപ്പോൾ കുറച്ച് തൊലിയൊക്കെ ഉണ്ടാവും, പേരൊക്കെ കളഞ്ഞ് സെറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ആദ്യം വൃത്തിയാക്കി, അതായത് നമ്മുടെ തുണിയിലിട്ട് നന്നായിട്ട് തേച്ചെടുത്ത് നമ്മുടെ കൂർക്കയാണിത്. കഴുകിയെടുത്ത് വൃത്തിയാക്കി എടുത്തത്. ഏലിക്കുട്ടിയമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ശേഷം ദേ വൃത്തിയായിട്ടത് കഷ്ണങ്ങളാക്കി കണ്ടിച്ചത് ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ കേട്ടോ. ഇതിൻ്റെ ഓരോ നാരുകളൊക്കെ ഉണ്ടാകും, ഈ പോകുന്ന നാരുകളൊക്കെ, ഈ നാര്, വേര് നാരൊക്കെ നന്നായിട്ട് കണ്ടിച്ച് കറി വെക്കാൻ പോകണം. ഇപ്പം നമ്മൾ കറി വെക്കുന്നില്ല, രാവിലെയാണ് കറി വെക്കുന്നത് അല്ലേ? അപ്പോൾ ഇപ്പോഴത്തേക്ക് നമുക്ക് ചപ്പാത്തിയാണ് കഴിക്കുന്നത്. അപ്പോൾ രാവിലത്തേക്കാണ് കറി വെക്കുന്നത്. അപ്പം ബാക്കി വിശേഷങ്ങൾ രാവിലെ കാണിച്ചു തരാം കേട്ടോ. അപ്പം നല്ല അത്യാവശ്യം വലിയ കൂർക്കയാണ് കേട്ടോ, നന്നായിട്ട് വലുതാണ്. നന്നായിട്ട് വലുതാണ് ചിലതൊക്കെ അല്ലേ? ചിലതല്ല, മിക്കവാറും അതെ. കുഞ്ഞുങ്ങളില്ലല്ലോ അതിനകത്ത്, ഒത്തിരിയില്ല കുഞ്ഞുങ്ങൾ. കൊള്ളാം, സൂപ്പർ. നമ്മളെ ക്രിസ്റ്റി കുഞ്ഞിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നീക്കാണ് കേട്ടോ. നടക്കട്ടെ. അപ്പോൾ ക്രിസ്റ്റിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ട് നടക്കുന്നത്.
ഇപ്പൊ അല്ല ആ തിരികെ എടുത്ത് കഴിയുമ്പോഴാണ് എടാ കൂട്ടുകാരടുത്ത് നോക്കിക്കടാ. എടാ കൂട്ടുകാരടുത്ത് നോക്കിക്കാൻ ചെല്ല പോടാ. കാണാൻ പറ്റൂലോ. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. സർവസ്നേഹമുള്ള പിതാവേ, ഞങ്ങളുടെ നാമൂജാനമേ, രാജ്യമണ്ണമേ, ഞങ്ങളുടെ ഇഷ്ട സ്വപ്നത്തിലെ പല ഭൂമിയിലുമാണമേ. നന്മറിഞ്ഞാലുമേ സ്വസ്തി കർത്താമ്മയുടെ സ്ത്രീകളെ അനുഗ്രഹിക്കണം. നമ്മുടെ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. നാമത്തിൽ പാടടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ക്രിസ്റ്റി, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ മൈ ക്രിസ്റ്റി, ഹാപ്പി ബർത്ത്ഡേ ടു യു. മതി ചേട്ടായിക്കൂടെ കൂട്ടുകാരുടെ കൊടുത്തേ. റൊണാൾഡോയ്ക്ക് കൊടുക്കാൻ ഇല്ലേ? നെയ്മറാണ്. ഓക്കെ, ഇനി വീഴരുത്. മറ്റേ സ്പ്രേ തോന്നും കഴിക്കാനുള്ള ഇവനാ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അങ്ങ് സ്പ്രേയും കഴിച്ചാണ്. ചുണ്ടിന്റെ സൈഡിൽ ഇരിക്കുന്നു. അടുത്ത ചേട്ടായിയുടെ പെർഫോമൻസ്. ഞാൻ ഓർഡർ ചെയ്ത് ഗിഫ്റ്റ് ഇതുവരെ എത്തിയിട്ടില്ല. വരുമ്പോൾ സോപ്പും പതേ സാധനം ഞാൻ മേടിച്ചല്ല. എന്റെ ഭാഗത്ത് അടിക്കല്ലേ? തന്നെ അടിക്കാൻ പറ്റില്ല. എവിടെ ചുമ്മാ നിക്കുന്നുണ്ടോ ഒരു അത് തീർന്ന്. സോപ്പാ ഗിഫ്റ്റ് തുറന്നു കാണിക്കണ എന്തുവാന്ന്? പിടിക്കടാ. ഇപ്പൊ കൂട്ടുകാരുടെ ഗിഫ്റ്റ് ആണ് കേട്ടോ. നല്ല കോമഡിയല്ലേ? തെന്നി വീണാക്കരുത്. എന്തോ പണിയാ ഇല്ലടാ. തുറന്നു കാണിക്കടാ നോക്കട്ടെ. തുറക്കാൻ തുണി മൂന്നടക്കാൻ അവന്മാര് ഈ സോപ്പ് മോത അടിക്കുമ്പോഴത്തേ നീ വായി മുടിച്ചു. മനസ്സിന് സോപ്പുമ്പോഴൊക്കെ തന്നെ ഇഷ്ടമാണ്. എബനേസർ എന്തോ പാക്ക് ചെയ്തോണ്ട് വന്നതാ. പൊട്ടുവോ തുറക്കുമ്പോ?
ചീട്ടോ എന്താ ക്രിസ്മസിനുള്ള മാല ബൾബാണോ? ഇത് തുറന്നു വരുമ്പോ നേരെ അടിപൊളി. അത് തെളിക്കുന്ന സംഭവം ഒന്നുമില്ല. കിറ്റിക്കുഞ്ഞിനെ പോലെ തന്നെയാണ്. അടിപൊളി. ഏത് ഇത് ജോലിയാണോ? ഓക്കെ, അത് ഓഫാക്ക്. ഇനി അടുത്തത് അടുത്തെടുക്ക, എഫ്സറിന്റെ എടുക്ക. കപ്പ് 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 കപ്പയും കപ്പായി. ഓ ഗുഡ് 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 ഗുഡ്. എന്നെ ഇതിന് ഞാൻ ഇരിക്കണ കപ്പായി. ഗുഡ് ബോയ്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ അല്ലേ? താങ്ക് യു. താങ്ക്സ് പറ ഫ്രണ്ട്സിനെല്ലാം. താങ്ക്സ് പറ. നീ ബിഗ് ബോസ് ആണോ?